Good evening, everyone. I hope everyone is on the same class. So, can we start the session? Hello, guys. Bangalore 3-4 minutes could you wait here? In case some more people join. Hello, chat. Start ചെയ്തോ actually. Hello? Hello. Start ചെയ്തോ English. Start. So, I hope you all remember me. My name is Sridhar Dinesh. I am a cybersecurity engineer at Beagle Security. So, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയിലെ മോസ്റ്റ് കോമൺ ഡിസറപ്റ്റീവ് ആയിട്ടുള്ളൊരു ത്രെറ്റ് ആണ് ഡോസ് ആൻഡ് ഡിഡോസ് അറ്റാക്ക്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. സോ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഡോസ്, പിന്നെ എന്താണ് ഡിഡോസ് അറ്റാക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്തത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ അതിന് വേണ്ടിയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു വൈഫൈ ബേസ്ഡ് ഡോസ് എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ പിന്നെയുള്ളത് അറ്റാക്ക് ഡിറ്റക്ഷനും പ്രൊട്ടക്ഷൻ ടൂൾസും ഒക്കെയാണ്. സോ വി ക്യാൻ ഡൈവ് ഇൻ ടു ദ സെഷൻ. സോ വാട്ട് ഈസ് ഡോസ് അറ്റാക്ക്? തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവും എന്താണ് ഡോസ് അറ്റാക്ക് എന്നുള്ളത്. സോ ഡോസ് അറ്റാക്ക് ഈസ് എന്താ പറയാ, അത് ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു സർവീസ് അല്ലെ ഒരു വെബ്സൈറ്റ്, ഒരു നെറ്റ്വർക്കിനെ
ഒരു ലെജിറ്റിമേറ്റ് യൂസേഴ്സിനെ അൺഅവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഡോസ് അറ്റാക്കിന്റെ ഗോള്. ഓക്കെ, ഒരു സിസ്റ്റത്തിന് അതിന്റെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലധികം പ്രോസസ്സ് നമ്മൾ കൊടുത്തിട്ട് അതിന്റെ സർവീസിനെ നമ്മൾ ഹോൾട്ട് ചെയ്യിക്കണം, അത് ഡിസ്റപ്റ്റ് ചെയ്യിക്കണം. അതാണ് ഡോസ് അറ്റാക്ക് കൊണ്ട് ഒരു അറ്റാക്കർ ഗെയിൻ ചെയ്യുന്നത്. സോ അതായത് ടെമ്പറലി കുറച്ച് സമയത്തേക്ക് ഡിസ്റപ്റ്റ് ചെയ്തു ആ ഹോസ്റ്റിന്റെ നെറ്റ്വർക്കിന് ആ ഒരു സർവീസിലേക്ക് പിന്നെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ആക്കി വെക്കും. അതാണ് ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത്, ഡിനയൽ ഓഫ് സർവീസ്. അത് ഒരു സിംഗിൾ സിസ്റ്റത്തായിരിക്കും, അതായത് ഒരു സിംഗിൾ സിസ്റ്റം ഒരു ഹോസ്റ്റിലേക്ക് അതിന് ഓവർവീമിംഗ് ആയിട്ട് പാക്കറ്റ്സ് അയക്കുകയോ സർവീസ് റിക്വസ്റ്റ് അയക്കുകയോ ചെയ്യുകയാണ് ചെയ്യുക. അതായത് സിംഗിൾ ക്ലയന്റ് ഹോസ്റ്റിലാണ് ഡോസ് അറ്റാക്ക് വർക്ക് ചെയ്യുക, ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അയക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രോസസ് ചെയ്യുന്നോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്തിട്ട് സെയിം വെബ്സൈറ്റ്സ് നമ്മൾ ഓവറായിട്ട് പ്രോസസ് ചെയ്യിപ്പിക്കുകയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ചില വെബ്സൈറ്റ്സിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ റിസൾട്ട്സ് ഒക്കെ നോക്കുന്നുണ്ടാവില്ല, ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് സൈറ്റ്സ് ഡൗൺ ആയി എന്ന് പറയുന്നില്ലേ. സോ അവിടെയും നടക്കുന്നത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണ്. സോ ആ ഒരു സൈറ്റിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ റിക്വസ്റ്റസ് സൈറ്റിൽ വരുന്നതാണ്, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരാണ് ഡോസ് അറ്റാക്ക് നടക്കുന്നത്. സോ ഒരു സിംഗിൾ സിസ്റ്റം വെച്ചിട്ട് നമ്മളൊരു സെർവറിനെയോ ഒരു സർവീസിനെയോ അറ്റാക്ക് ചെയ്യുന്നതിന് ഡോസ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് ഡിഡോസ് അറ്റാക്ക് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ അറ്റാക്ക്. ഡിഡോസ് അറ്റാക്ക് ഡോസിന്റെ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ആണ്. ഒരു സോഴ്സ് ഡോസ് അറ്റാക്കിൽ ഒരു സോഴ്സിൽ നിന്നായിരിക്കും നമ്മൾ അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. സോ ഡിഡോസ് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസ് നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അതായത് അറ്റാക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സിസ്റ്റംസും ഡിവൈസസും ഒക്കെ ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള അറ്റാക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഓവർലി ക്രൗഡഡ് ആവും സെർവറിന് പിന്നെ പുതിയ വരുന്ന റിക്വസ്റ്റസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയാവും. ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടിന്റെ കേസിൽ ശരിക്കും നടക്കുന്നത് ഡിഡോസ് അറ്റാക്ക് ആണ്. നിങ്ങൾ പലവരും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. സോ സെം റിസൾട്ട്സ് ഒക്കെ വന്നാൽ എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വന്ന ടൈമിൽ നമുക്ക് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ആ ഒരു എക്സാക്ട് മൂമെന്റിൽ നമുക്കത് ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ വരാം, സെർവർ ഡൗൺ ആയിട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. സോ അവിടെ വരുന്നത് സെർവേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലധികം റിക്വസ്റ്റസ് വന്നുകൊണ്ടാണ് അത് സെർവർ ഡൗൺ ആയി പോകുന്നത്. സോ ഇവിടെ ഡിഡോസ് അറ്റാക്ക് നടക്കുന്നത് ഒരു അറ്റാക്കർ ഇന്റൻഷനലി മൾട്ടിപ്പിൾ റിക്വസ്റ്റസ് അയക്കും സെർവറിലേക്ക്. സെർവർ പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിലധികം റിക്വസ്റ്റ് അയച്ചിട്ട് ഒരു ലെജിറ്റിമേറ്റ് യൂസർ വരുമ്പോൾ ആ യൂസറിന്റെ റിക്വസ്റ്റ് സെർവർ റിജക്ട് ചെയ്യും. സോ ഓൾറെഡി അറ്റാക്കർ അയച്ച റിക്വസ്റ്റസ് ഉണ്ടാവും, ആ റിക്വസ്റ്റസ് പ്രോസസ് ചെയ്ത് കഴിയാണ്ട് സെർവർ പുതിയ റിക്വസ്റ്റ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. സോ അറ്റാക്കർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും സെർവറിന്. അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ഡിഡോസ് അറ്റാക്ക് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് അത് ഏതാ ലെജിറ്റിമേറ്റ് ഏതാ അറ്റാക്കറിന്റെ എന്നുള്ളത് ഐഡന്റിഫൈ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ്. സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത് ടൈപ്സ് ഓഫ് ഡിഡോസ് അറ്റാക്ക് ആണ്. എല്ലാ ഡിഡോസ് അറ്റാക്കും ഡോസ് അറ്റാക്കും സെയിം അല്ല. സെവറൽ കാറ്റഗറീസ് ഉണ്ട്. അതിലൊന്നാണ് വോളിയം ബേസ്ഡ് അറ്റാക്ക്. വോളിയം ബേസ്ഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലേക്ക് ഫ്ലഡ് ചെയ്യണം ഡാറ്റാസ് നമ്മൾ ഫ്ലഡ് ചെയ്ത്, അതായത് നെറ്റ്വർക്കിലേക്ക് അതിന്റെ ബാൻഡ് വിഡ്ത്തിനെ ഓവർ പവർ ആയിട്ട് നമ്മൾ പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ്വർക്ക് അൺയൂസബിൾ ആവും. സോ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നെറ്റ്വർക്കിൽ ഇരുന്ന്, ഇപ്പൊ ഒരു ഹോം നെറ്റ്വർക്കിൽ ഇരുന്ന് നമ്മളിപ്പോ ഒരു വീട്ടിലെ നെറ്റ്വർക്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കിലെ ഡിവൈസസിനും നെറ്റ് കിട്ടാതെ സ്ലോ ആവുന്ന കേസസ് കണ്ടിട്ടില്ലേ ഗൈസ്? റെസ്പോണ്ട് ചെയ്യും.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല? ഹലോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോ ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളിപ്പോ ഒരു വലിയൊരു സിനിമയോ എന്തെങ്കിലും ഗെയിംസ് ആയിക്കോട്ടെ, ഗെയിംസ് ഒക്കെ നമ്മൾ ഹോം നെറ്റ്വർക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് കിട്ടാതെ വരും. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാലും ബാക്കിയുള്ള നെറ്റ്വർക്ക് യൂസേഴ്സിന് ഇപ്പോൾ നെറ്റ് കിട്ടാത്ത അവസ്ഥ വരും. അത് നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നില്ല. ബട്ട് സോ ഇന്റൻഷനലി ചെയ്യുന്നില്ല, അറിയേണ്ടാവുന്നതാണ്. സോ ഈ വോളിയം ബേസ്ഡ് അറ്റാക്കിൽ അറ്റാക്കർ ഇന്റൻഷനലി ആ നെറ്റ്വർക്കിന്റെ ബാൻഡ്വിഡ്ത്തിന് പുറത്ത്, ഓവർ പറഞ്ഞ ആ ബാൻഡ്വിഡ്ത്തിന് പുറത്തായിട്ട് പാക്കറ്റ്സ് അയച്ചുകൊടുക്കും, ട്രാഫിക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അൺയൂസബിൾ ആവും ബാക്കിയുള്ള ലെജിറ്റിമേറ്റ് യൂസേഴ്സിന്. സോ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് അറ്റാക്സ് എന്ന് പറയുന്നത് UDP ഫ്ലഡ് അറ്റാക്സ് ആണ്, ICMP ഫ്ലഡ് അറ്റാക്സ്. UDP പാക്കറ്റ്സ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അറിയില്ലേ? നെറ്റ്വർക്ക് ബേസിക്സ് ഒക്കെ നേരത്തെ എടുത്തിട്ടില്ലേ? സോ സോ ഈ ഒരു ടൈപ്പ് വോളിയം ബേസ്ഡ് അറ്റാക്കിൽ മൾട്ടിപ്പിൾ UDP പാക്കറ്റ്സ് അയക്കുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്തിന് അധികമാവും. സോ ആ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് വോളിയം ബേസ്ഡ് അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോട്ടോകോൾ ബേസ്ഡ് അറ്റാക്സ് ആണ്. സോ ഇത് ആക്ച്വലി ഒരു നെറ്റ്വർക്കിന്റെ വീക്ക്നെസ്സസ് നോക്കിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് പ്രോട്ടോകോൾ ബേസ്ഡ് അറ്റാക്സ്. അത് സെർവർ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്സ് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ആ പ്രോട്ടോകോൾസിനെ നമ്മൾ ഓവർ പവർ ചെയ്യുന്നതിലോ ഓവർ ചെയ്യുന്ന രീതിക്ക് റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടാണ് പ്രോട്ടോകോൾ അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സിൻഫ്ലഡ് അറ്റാക്ക്. സിൻഫ്ലഡ് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സിൻഫ്ലഡ് അറ്റാക്കിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഹാഫ് ഓപ്പൺ അറ്റാക്ക് എന്ന് പറയും. സോ അങ്ങനെ 3-way ഹാൻഡ് ഷേക്ക്, TCP 3-way ഹാൻഡ് ഷേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എന്നാലും ഞാൻ പറയാം. സോ ഒരു ക്ലയന്റ് ആദ്യം സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കും. ആ റിക്വസ്റ്റ് ആദ്യം സിൻ പാക്കറ്റ് റിക്വസ്റ്റ് അയക്കും ക്ലയന്റ് സെർവറിലേക്ക്. സോ സെർവർ സിന്നും അക്നോളജ്മെന്റ് പാക്ക് ക്ലയന്റ് തിരിച്ചയക്കും. ക്ലയന്റ് തിരിച്ച് അക്നോളജ് പാക്കറ്റ് അയച്ചിട്ടാണ് ഒരു 3-way ഹാൻഡ് ഷേക്ക്, അതായത് TCP നെറ്റ് കണക്ഷൻ ഉണ്ടാവുന്നത്. സോ ഇവിടെ നടക്കുന്നത്, സിൻഫ്ലഡ് അറ്റാക്കിൽ നടക്കുന്നത്, ഒരു അറ്റാക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ടിന്യൂസ്ലി സിൻ പാക്കറ്റ്സ് അയച്ചുകൊണ്ടിരിക്കും. സെർവർ അയക്കുന്ന സിൻപ്ലസ് ടെക്നോളജി പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി അയച്ചുകൊണ്ടിരിക്കും. സോ സെർവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അറ്റാക്കർ അയക്കുന്ന പാക്കറ്റ്സിന് റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ലെജിറ്റിമേറ്റ് യൂസർ അയക്കുന്ന പാക്കറ്റ്സ് സെർവ് ചെയ്യാണ്ട് അറ്റാക്കർ അയക്കുന്ന മാത്രം ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് സിൻ ഫ്ലഡ് അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ അടുത്ത് വരുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ അറ്റാക്സ്. These attack target applications, like ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, റിസൾട്ട് നോക്കുന്ന കേസ് വരുന്നില്ല ഇത്. ഇപ്പൊ KTUവിന്റെ വെബ്സൈറ്റ്സ് ആയാലും പല യൂണിവേഴ്സിറ്റീസ്, കേരള യൂണിവേഴ്സിറ്റീസിലെ വെബ്സൈറ്റ്സ് ആയാലും നമ്മളിപ്പോ മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് അയക്കുമ്പോൾ സെർവർ ഡൗൺ ആവും, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരും. സോ അതേപോലെ അത് നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. ഒരു സെർവേഴ്സിലേക്ക് മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് നമ്മൾ അയച്ചുകൊണ്ടിരുന്നാൽ അത് ഓവർവെൽം ആവും. ആ സെർവറിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിലും അധികം റിക്വസ്റ്റ് വരും. സോ അങ്ങനെ വരുന്ന കേസിൽ ഒരു ലെജിറ്റിമേറ്റ് യൂസർ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസർ ആ വെബ്സൈറ്റ് ട്രൈ ചെയ്യുമ്പോൾ ആ യൂസറിന്റെ റിക്വസ്റ്റ് വെബ്സൈറ്റ് സെർവ് ചെയ്ത് പ്രോസസ് ചെയ്യാതെ വരും. കാരണം അറ്റാക്കറിന് ഈ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റിനായിരിക്കും അത് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആ സെർവർ ഡൗൺ എന്നുള്ള രീതിക്ക് പോകും. HTTP ഫ്ലഡ് അറ്റാക്കും സ്ലോറിസ് അറ്റാക്ക് എന്നൊക്കെ പറയും. സ്ലോറിസ് അറ്റാക്കും നേരത്തെ TCP ഹാൻഡ് ഷേക്ക് പറഞ്ഞ പോലെ തന്നെ ഹാഫ് ഓഫ് കണക്ഷൻസ് ഓപ്പൺ ആയി വെക്കുക, ഇൻകംപ്ലീറ്റ് റിക്വസ്റ്റസ് കൊടുത്തിട്ട് വേറെ കണക്ഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുന്ന രീതിക്ക്. ഓക്കെ, ഇനി വരുന്നതാണ് കുറച്ചും കൂടി
എന്താ പറയാ, ട്രിക്കി ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് റിഫ്ലക്റ്റീവ് ഓർ ആംപ്ലിഫിക്കേഷൻ അറ്റാക്ക്. സോ ഈ അറ്റാക്കിൽ അറ്റാക്കർ തേർഡ് പാർട്ടി സെർവേഴ്സിന്റെ യൂസ് ചെയ്തിട്ടാണ് ഈ അറ്റാക്സ് നടക്കുന്നത്. അതായത് വിക്ടിമിന്റെ IP അഡ്രസ് പ്രൂഫ് ചെയ്തിട്ട് തേർഡ് പാർട്ടി സെർവേഴ്സിന് ആ IP അഡ്രസ് വിക്ടിമിലേക്ക് റിക്വസ്റ്റ്സ് അയച്ചുകൊണ്ടിരിക്കും. സോ വിക്ടിംസ് അൺലോൺ സെർവർ അൺനോയിങ്ലി അത് വിക്ടിമിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ അത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് റിഫ്ലക്ഷൻ ഓർ ആംപ്ലിഫിക്കേഷൻ അറ്റാക്ക്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ DNS റിഫ്ലക്ഷൻ, NTP റിഫ്ലക്ഷൻ ഒക്കെയാണ്. സോ അതിൽ DNS റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു വിക്ടിമിന്റെ IP അഡ്രസ്സിലേക്ക് DNS സെർവറിൽ നിന്ന് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ DNS സെർവർ എന്ത് ചെയ്യും, ആ വിക്ടിമിന്റെ റെസ്പോൺസ് കൊണ്ട് DNS സെർവർ ഫ്ലഡ് ആവും. സോ അതിന് പുറത്തു വരുന്ന ലൈക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു യൂസറിന്റെ റിക്വസ്റ്റ് സെർവ് ചെയ്യാൻ പ്രോസസ് ചെയ്യാൻ പറ്റാതെയാവും. അങ്ങനെയാണ് റിഫ്ലക്റ്റീവ് ഓർ ആംപ്ലിഫിക്കേഷൻ അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. I hope you guys all understand that. ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടോ എന്ന് പറഞ്ഞാലും? ഹലോ. So moving on to next one. So resource exhaustion attack ആണ്. ഇതും ഒരു ഡോസ് അറ്റാക്ക് ആണ്. ലൈക്ക് റിപ്പീറ്റഡ്ലി ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോ അങ്ങനെ വെബ് ആപ്ലിക്കേഷൻ ഓവർലോഡ് ആവും. ആ റിസോഴ്സ് ലൈക്ക് നമ്മളെ റെസ്പോണ്ട് ചെയ്യാണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെ അയച്ച് റിക്വസ്റ്റ് റിപ്പീറ്റഡ്ലി അയച്ചുകൊണ്ട് സെൻഡ് ചെയ്തുകൊണ്ട് നിന്നിട്ട് വെബ് ആപ്ലിക്കേഷൻ ഓവർലോഡ് ചെയ്ത് ക്രാഷ് ചെയ്യിക്കുന്നതാണ് റിസോഴ്സ് എക്സോഷൻ എന്ന് പറയുന്നത്. സോ അറ്റാക്ക്, സോ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ലോ അറ്റാക്ക് ആണ്. അതായത് മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള HTTP റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നിരുന്ന് ആ സെർവറിന്റെ റെസ്പോൺസ് നമ്മൾ നോക്കാതെ അറ്റാക്കർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് സെർവർ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അറ്റാക്സിന് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്ത് ലൈക്ക് റിസോഴ്സ് എക്സോസ്റ്റഡ് ആയിട്ട് ലാസ്റ്റ് ആ വെബ് ആപ്ലിക്കേഷൻ ക്രാഷ് ആവും. ഇങ്ങനെയാണ് റിസോഴ്സ് എക്സോഷൻ ടൈപ്പ് അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. ഇത് അവൈലബിൾ ആയിട്ടുള്ള DDoS അറ്റാക്ക് ടൂൾസ് ആണ്. ഓക്കെ, സോ ആരും ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പറയില്ല. സോ ലോയിക്ക് എന്ന് പറയുന്നത് ലോ ഓർബിറ്റ് അയോൺ കാനൺ. സോ ഈ ടൂള് ആക്ച്വലി അറ്റാക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. ഇത് ആക്ച്വലി നമ്മൾ പെർഫോമൻസ് നോക്കാൻ സ്ട്രെസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടൂളാണിത്. സോ ഇവഞ്ച്വലി ഈ ടൂള് അറ്റാക്കേഴ്സ് അറ്റാക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ലൈക്ക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ലൈക്ക് നമ്മളൊരു ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നോക്കേണ്ടി ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ടൂളാണ്. ബട്ട് അറ്റാക്കേഴ്സ് എന്ത് ചെയ്തു, ഇത് അല്ലെങ്കിൽ നമുക്കിത് ഒരു പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഇതും TCP UDP ആൻഡ് HTTP പാക്കറ്റ്സിനെ വെച്ചിട്ടാണ് ഫ്ലഡിങ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, ഹയർ വേർഷൻ ആണ് ഹൈ ഓർബിറ്റ് അയോൺ കാനൺ എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. ഇത് ലോയ്ക്കിന്റെ ഒരു സക്സസർ ആണ് HOIക്ക്. ഇതും സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ RED ഇതും ഡോസ് അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലൈക്ക് സ്ലോറിസ് അറ്റാക്ക്, നേരത്തെ സ്ലോറിസ് അറ്റാക്ക് യൂസ് ചെയ്യുന്നതാണ്.
പിന്നെ വരുന്നത് ബോട്ട്നെറ്റ്സും മാൽവേഴ്സും. ഈ ഡിഡോസ് അറ്റാക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഡോസ് അറ്റാക്സ് മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് വരിക. സോ ഒരു അറ്റാക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ കോംപ്രമൈസ് ആയ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും, അതിനെ ബോട്ട്നെറ്റ്സ് ആക്കി വെച്ചിട്ട് ആ സിസ്റ്റംസ് നിന്നായിരിക്കും മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അയക്കുന്നത്. അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് ബോട്ട്നെറ്റ്സ് ഉണ്ടാവും ഡിഡോസ് അറ്റാക്ക് ചെയ്യാൻ. സോ ഇത് യൂസ് ചെയ്യുന്നത് ഒരു ലാർജർ നെറ്റ്വർക്സിനൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടിയിട്ടാണ്. ഞാൻ എടുത്തൊരു ഡോസ് അറ്റാക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കാൻ പോകുന്നത്. ഒരു നോർമൽ ടൈപ്പ് ഓഫ് അറ്റാക്ക് അല്ല, ഒരു നമുക്കൊക്കെ വീട്ടിലും അല്ല, വൈഫൈ ഉള്ളിടത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കാണ്. സോ അതിന് വെച്ച് ആരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. സോ വൈഫൈ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറയും. സോ ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് വൈഫൈ പ്രോട്ടോക്കോളിൽ ഒരു വീക്ക്നെസ് വെച്ചാണ് ഈ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് വർക്ക് ചെയ്യുന്നത്. ഡി ഓതന്റിക്കേഷൻ ഫ്രെയിംസ് വൈഫൈ വൈഫൈ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ്, ലെജിറ്റിമേറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ്. സോ ഒരു ഡിവൈസിനെ നെറ്റ്വർക്കിന് ഡിസ്കണക്ട് ചെയ്യാൻ പറയേണ്ടിയിട്ട്, ലൈക്ക് ഇൻഫോം ചെയ്യേണ്ടിയിട്ട് വൈഫൈ ആക്സസ് പോയിന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു പാക്കറ്റാണ് ഡി ഓതന്റിക്കേഷൻ ഫ്രെയിംസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വൈഫൈ പ്രോട്ടോകോൾസിൽ ഈ ഫ്രെയിംസ് ഒന്നും എൻക്രിപ്റ്റഡും അല്ല ഓതന്റിക്കേറ്റഡും അല്ല. സോ ആർക്ക് വേണമെങ്കിലും ലൈക്ക് ഇംപെർസണേറ്റ് ചെയ്തിട്ട്, അതായത് മാക്സ് പ്രൂഫിങ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്കറ്റ്സ് അയച്ചിട്ട് ഒരു ഡിവൈസിനെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. യെസ്, മനസ്സിലാന്ന് ചോദിക്കുന്നു. സോ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാം. സോ ഹൗ ദിസ് വർക്ക്സ്, എങ്ങനെ വർക്ക് ചെയ്യും. സോ ഇത് ഒറിജിനലി ഒരു വൈഫൈ പ്രോട്ടോക്കോളിലൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രശ്നം. സോ ഒരു വീക്ക്നെസ് ആണത് വൈഫൈ പ്രോട്ടോക്കോളിൽ. നമ്മൾ വൈഫൈ പ്രോട്ടോകോൾസ് എൻക്രിപ്റ്റഡ് അല്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. സോ ഒരു അറ്റാക്കർ എന്നുള്ള നിലയ്ക്ക് അറ്റാക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ ഒരു അടുത്തൊരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ നമ്മൾ ലിസൺ ചെയ്തിട്ട് ആ നെറ്റ്വർക്കിലെ മാക് അഡ്രസ്, ആക്സസ് പോയിന്റ് മാക് അഡ്രസ് നമ്മൾ എടുത്ത് വെക്കും. സോ എടുത്ത് വെച്ചിട്ട് ആ ഒരു മാക് അഡ്രസ് വെച്ച് അറ്റാക്കർ പാക്കറ്റ്സ് സ്പൂഫ് ചെയ്തിട്ട് ഡി ഓതന്റിക്കേഷൻ പാക്കറ്റ്സ് ക്ലയന്റിന് അയച്ചു കൊടുക്കും, അതായത് ഡിവൈസസിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഡിവൈസസ് എന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ വൈഫൈ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു സർവീസ് അവർക്ക് കിട്ടാതെയാവും. അങ്ങനെ ഒരു ഡോസ് അറ്റാക്ക് ആണ് അവിടെ നടക്കുന്നത്. ക്ലയന്റ് ഡിവൈസ് എന്ത് വിചാരിക്കുന്ന വെച്ചാൽ, ആ ഒരു ആക്സസ് പോയിന്റ് മാക് അഡ്രസ് ആണ് സ്പൂഫ് ചെയ്ത് അയക്കുന്നത്. സോ ആക്സസ് പോയിന്റ് മാക് അഡ്രസ് സ്പൂഫ് ചെയ്ത് അയക്കുമ്പോൾ ക്ലയന്റ് വിചാരിക്കും ആക്സസ് പോയിന്റ് ആണ് ഈ പാക്കറ്റ്സ് അയക്കുന്നത് എന്നുള്ളത്. ആക്സസ് പോയിന്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ആക്സസ് പോയിന്റ്സ്, മോഡംസ്. ഓക്കെ, സോ ഇതെങ്ങനെ പെർഫോം ചെയ്യാന്ന് ഞാൻ എക്സാമ്പിളായി കാണിച്ചു തരാം. ഞാൻ റൺ ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ നേരത്തെ റൺ ചെയ്ത സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉണ്ട്. സോ നമുക്കിത് അറ്റാക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ആക്ച്വലി മോണിറ്റർ മോഡ് എനേബിൾ ആയ ഒരു വൈഫൈ അഡാപ്റ്റേഴ്സ് വേണം. സോ അത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. സോ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ആ ഒരു വൈഫൈ അഡാപ്റ്റർ അതിനെ മോണിറ്റർ മോഡിലേക്ക് മാറ്റണം. മോണിറ്റർ മോഡിലേക്ക് മാറ്റാൻ ഉള്ള കമാൻഡ്സ് ആണ് ഇതൊക്കെ. അതിനെ ഫസ്റ്റ് ഡൗൺ ചെയ്ത് അതിന് മോണിറ്റർ മോഡിലേക്ക് മാറ്റി ചെക്ക് ചെയ്ത് നോക്കുക. സോ അങ്ങനെ മോണിറ്റർ മോഡിലേക്ക് മാറ്റിയാൽ ആ അഡാപ്റ്ററിനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വൈഫൈ പാക്കറ്റ്സും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ക്യാപ്ചർ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും ആ റോ നെറ്റ്വർക്ക് പാക്കറ്റ്സ് ഒക്കെ. വൈഫൈ ആക്ച്വലി ഈ പാക്കറ്റ്സിനൊക്കെ എന്താ പറയാ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് നമുക്ക് അറിയാം. സോ ആ ബ്രോഡ്കാസ്റ്റ് ചെയ്ത നെറ്റ്വർക്ക്സ് നമുക്ക് ഈ ഒരു മോട്ടർ മോഡ് എനേബിൾ ആയ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ആ പാക്കറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ആ റീഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണുള്ളത് ആ പാക്കറ്റ്സിൽ നിന്നൊക്കെ.
ആക്ച്വലി ആ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ കണക്റ്റഡ് ആയി ഇരിക്കേണ്ട ആവശ്യമില്ല ആ പാക്കറ്റ്സ് കാണണമെങ്കിൽ. സോ ആഫ്റ്റർ എനേബിളിംഗ് ദാറ്റ് പാക്കറ്റ്സ് മോണിറ്റർ മോഡ്, നമുക്ക് ആ പാക്കറ്റ്സിൽ നമുക്ക് ഏത് ആക്സസ് പോയിന്റിന്റെ മാക് അഡ്രസ് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് പറയുന്നത്. സോ ഇവിടെ SSID നമുക്ക് കിട്ടി. സോ ഇതാണ് മാക് അഡ്രസ്സസ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ചാനലിലാണ് ആ വൈഫൈ നെറ്റ്വർക്ക് ഉള്ളത് എന്നുള്ളതാണ്. വൈഫൈ നെറ്റ്വർക്കിന് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ട്. സോ ഇപ്പൊ ആ വൈഫൈ നെറ്റ്വർക്ക് ഏത് ചാനലിലാണ് ഉള്ളതെന്ന് കൂടി നമ്മൾ ഐഡന്റിഫൈ. സോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ക്ലയന്റിന്റെ മാക് അഡ്രസ്സും ആക്സസ് പോയിന്റ് മാക് അഡ്രസ്സും ആക്സസ് പോയിന്റ് ഏത് ചാനലിലാണ് സെർവ് ചെയ്യുന്നതും നമ്മൾ ഈ 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. എനി ക്വസ്റ്റ്യൻസ്? റെസ്പോണ്ട് ചെയ്യും ആരെങ്കിലും. ഹലോ, Any questions ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. എനിക്കൊന്ന് മീറ്റ് ചാറ്റിൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അയച്ചിട്ടുണ്ടോ? ആ. ഓക്കെ, ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, വെബ്സൈറ്റ് ഒക്കെ ഡീഡോസ് ചെയ്യുമ്പോൾ ആ മനസ്സിലായില്ല. എടാ ഇവിടെ തൊട്ടാ മനസ്സിലാകത്ത്. വെബ്സൈറ്റ്സ് ഒക്കെ ഡീഡോസ് ചെയ്യുമ്പോൾ ഓക്കെ, ഫയർവാൾ ബ്ലോക്ക് ചെയ്യും. ഫയർവാൾസ് ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ ഡോസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യും. ലൈക്ക് DDoS അറ്റാക്സ് ഒക്കെ ചെയ്യുമ്പോൾ ലെജിറ്റിമേറ്റ് വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. DDoS അറ്റാക്കിന്റെ കേസിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ പോയിന്റ് സോഴ്സ് നിന്നായിരിക്കും റിക്വസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അത് മിറ്റിഗേറ്റ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും. ഡോസ് അറ്റാക്കിന്റെ കേസിൽ നമുക്ക് ഫയർവാൾ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ലേറ്റസ്റ്റ് സെഷനിൽ പറയുന്നുണ്ട്. കേസ് എവിടെ തൊട്ടാണ് മനസ്സിലാകത്ത്? ആ ക്ലൗഡ് യൂസ് ചെയ്താൽ ബ്ലോക്ക് ചെയ്യും. ഒരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതിനെ ഓവർകം ചെയ്യാനുള്ള അറ്റാക്സും ടെക്നിക്സും ഒക്കെ യൂസ് ഓൾറെഡി നിലവിലുണ്ട്. സ്റ്റിക്കർ ബീക്കോണർ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. വൈഫൈന്റെ കേസിലാണോ ചോദിച്ചത്? പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല, അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പാക്കറ്റ്സ് ഡിയോമിഫിക്കേഷൻ പാക്കറ്റ്സ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അറ്റാക്കർ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത് നിർത്തിയാൽ തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു ഡോസ് അറ്റാക്ക് ആണ്. നമ്മൾ പാക്കറ്റ്സ് നിർത്താതെ അയച്ചുകൊണ്ടിരിക്കണം, ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കണം. അറ്റാക്കറെ സ്റ്റോപ്പ് ചെയ്താൽ തിരിച്ച് നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ
ഇതെങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ ചെയ്യണ്ടല്ലോ. സോ ഓക്കെ, ഇത് നമുക്ക് എയറോഡോം എൻജി എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. സോ ആ ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ നിയർ ബൈ വൈഫൈസിന്റെ പാക്കറ്റ്സ് ഒക്കെ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റും. ഡംപ് ചെയ്യാൻ ലിസൺ ചെയ്യാൻ പറ്റും. ലിസൺ ചെയ്തിട്ട് നമുക്ക് ആ ഡിവൈസിന്റെ ആക്സസ് പോയിന്റിന്റെയും അല്ല ആ നെറ്റ്വർക്കിലെ ആക്സസ് പോയിന്റ് ക്ലയൻസിന്റെ ഒക്കെ മാക് ഐ ഡിസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു നമ്മൾ അതിന് നമുക്ക് വേണ്ട മാക് ഐ ഡിസ് നമ്മൾ സെലക്ട് ചെയ്യും, മീൻസ് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അതായത് ആക്സസ് പോയിന്റ് മാക് ഐ ഡിയും നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ട ആളെ ക്ലയന്റ്, അതായത് നമ്മൾ ക്ലയന്റിന്റെ ആരാണോ അറ്റാക്ക് ചെയ്യേണ്ടത് അയാളെ മാക് ഐ ഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. സോ ഇതൊരു പൈത്തൺ കോഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പാക്കറ്റ് അയക്കേണ്ടത്, ലൈക്ക് ഡി ഓതന്റിക്കേഷൻ പാക്കറ്റ് അയക്കേണ്ട ഒരു പൈത്തൺ കോഡാണ്. സോ ഇതില് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വേണ്ടത് ആക്സസ് പോയിന്റ് മാക് ഐ ഡിയും ക്ലയന്റിന്റെ മാക് ഐ ഡിയും എത്ര നമ്പർ ഓഫ് ഡി ഓതന്റിക്കേഷൻ പാക്സ് അയക്കണം എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഏത് വയർലെസ് ഇന്റർഫേസ്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു വയർലെസ് ഇന്റർഫേസ്, ഒരു അഡാപ്റ്റർ വേണം. മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലയന്റിന്റെ ആക്സസ് പോയിന്റ് മാക് ഐ ഡി വെച്ചിട്ട്, അതായത് അറ്റാക്കർ ആക്സസ് പോയിന്റ് ആയിട്ട് സ്പൂഫ് ചെയ്തിട്ട് ക്ലയന്റിന് ഒരു പാക്കറ്റ്സ് അയക്കണം, ഡിഓതന്റിക്കേഷൻ പാക്കറ്റ്സ് അയക്കും. സോ ഇവിടെ ഡിഒ എന്നിട്ടുള്ള പാക്കറ്റ് ക്രിയേറ്റ്, ഒരു പാക്കറ്റ് ക്രിയേറ്റ് ആണ് ഇവിടെ. സോ ഒരു ബ്രോഡ്കാസ്റ്റ് പാക്കറ്റ് ആണ് നമ്മൾ ഇവിടെ ക്ലയന്റിന്റെ മാക് അഡ്രസ് പറഞ്ഞിട്ടുണ്ട്, ആക്സസ് പോയിന്റ് മാക് അഡ്രസ്സും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഡിഒത്ത് എന്നുള്ളൊരു ഫ്രെയിമാണ് അയക്കേണ്ടത് പറയുന്നത്. സോ നമ്മൾ ഇപ്പൊ ഒരു 100 കൊടുത്തു, 100 പാക്കറ്റ്സ് അയച്ചാൽ 100 പാക്കറ്റ്സ് അയക്കും. ഈ ഒരു പാക്കറ്റ്സ് ക്ലയന്റ് റിസീവ് ചെയ്താൽ ക്ലയന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തോളൂ. സോ ക്ലയന്റ് വിചാരിക്കുന്നത് ആക്സസ് പോയിന്റ് ക്ലയന്റിന്റെ അടുക്ക പറയാണ് ഈ നെറ്റ്വർക്കിൽ ഡിസ്കണക്ട് ആയി പോവാൻ. സോ ആക്ച്വലി ക്ലയന്റ് അത് അങ്ങനെ വിചാരിച്ച് ആക്സസ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റി അത് ഡിസ്കണക്ട് ചെയ്യും. സോ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇത് അയച്ചുകൊണ്ടിരിക്കണം. ആ ഒരു പാക്കറ്റ്സ് അയച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു ക്ലയന്റ് ഡിസ്കണക്ട് ആയി നിൽക്കുള്ളൂ. സോ ഇതൊക്കെ ഓൾറെഡി റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കോഡൊക്കെ ഉണ്ട്. അല്ലെ പിന്നെ ഡിയോത്ത് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ് തോന്നുന്നു ഡിയോത്ത് വാച്ച്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുണ്ടോ ഈ കോഡിൽ എന്തെങ്കിലും? സോ സോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ക്ലയന്റ് അഡ്രസ്സും. സോ നമുക്ക് ഇങ്ങനെ വേണം ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വൈഫൈ നെറ്റ്വർക്കുള്ള എല്ലാ ക്ലയൻസിനെയും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റാക്ക് വഴി ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാം. ലൈക്ക് ആ ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് പോയിന്റിന്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വെച്ചിട്ട് നമുക്ക് ലൈക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എല്ലാ ക്ലയൻസിലേക്കും. ആ ഒരു നിയർ ബൈ ലൊക്കേഷനിലെ എല്ലാത്തേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ ക്ലയൻസും ആ ഒരു ആക്സസ് പോയിന്റിനെ ഡിസ്കണക്ട് ചെയ്യും. ഈ ഒരു കോഡ് വെച്ചിട്ട് ഒരു സിംഗിൾ ക്ലയന്റും ഒരു സിംഗിൾ ക്ലയന്റ് മാത്രമേ ഡിസ്കണക്ട് ആവുള്ളൂ. ഈ കോഡ് കുറച്ച് മോഡിഫൈ ചെയ്താൽ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിലെ എല്ലാ ക്ലയൻസിനും എല്ലാ യൂസേഴ്സിനും ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? ഗൈസ്, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. സോ എങ്ങനെ നമുക്ക് DDoS അറ്റാക്ക് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത്.
ഓക്കെ, ഒരു DDoS അറ്റാക്ക് നടക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു നെറ്റ്വർക്ക് പെർഫോമൻസ് യൂസ്വലി സ്ലോ ആവും, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും സ്പെസിഫിക് വെബ് ആപ്ലിക്കേഷൻ അൺഅവൈലബിൾ ആവും. ഏഹ് ഒരു സിംഗിൾ നോഡിന്ന് ഒരു ഡ്രമാറ്റിക് ലൈക്ക് അബ്നോർമൽ ആയിട്ടുള്ള ട്രാഫിക് ജനറേഷൻ ഒക്കെ വരും. സോ അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ നമുക്ക് ലൈക്ക് ഡിറ്റക്ട് ചെയ്യാം ഇത് DDoS അറ്റാക്ക് ആണെന്നുള്ളത്. അങ്ങനത്തെ ഒക്കെ കേസിൽ ഇതൊക്കെയാണ് കീ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത് DDoS അറ്റാക്കിന്റെ കേസിൽ. ഓക്കെ, സോ ഒരു സ്ലോ നെറ്റ്വർക്ക് പെർഫോമൻസ്, വെബ്സൈറ്റ് അൺഅവൈലബിൾ, സഡൻ അബ്നോർമൽ ഇൻക്രീസ് ഇൻ നെറ്റ്വർക്ക് ട്രാഫിക്, ഇതൊക്കെ വരുന്നത് DDoS അറ്റാക്കിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ ഇതെങ്ങനെ ഡിറ്റക്ഷൻ മെത്തേഡ്സിൽ വരുമ്പോൾ നമുക്ക് അനോമലി ഡിറ്റക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലൈക്ക് ഇപ്പോഴത്തെ ട്രാഫിക്കും അൺയൂഷ്വൽ ആയിട്ട് വരുന്ന ലൈക്ക് കറണ്ട് ട്രാഫിക് ഏത് സ്പോട്ടിൽ അൺയൂഷ്വൽ സ്പൈക്സ് വന്നത്, എന്തുകൊണ്ട് സ്പൈക്സ് വന്നതെന്നൊക്കെ നമുക്ക് ഈ ഡിറ്റക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡോസ് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ സിഗ്നേച്ചർ ബേസ്ഡ് ഡിറ്റക്ഷൻ അറ്റാക്സ് നടത്തുന്നുണ്ട്. Like ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ടെക്നിക്സിലും ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിംപിൾ അറ്റാക്സ് ആണെങ്കിൽ സിം പാക്കറ്റ്സ് അയച്ചിട്ടാണ് ചെയ്യുന്നത്. ICMP ഫ്ലഡ് അറ്റാക്സ് ആണെങ്കിൽ ICMP ഫ്ലഡ് പാക്കറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഹാഫ് ഹാൻഡ്സ് HTTP റിക്വസ്റ്റ് ആണെങ്കിൽ ലൈക്ക് റെസ്പോണ്ട് ചെയ്യാണ്ടും നമ്മൾ റിക്വസ്റ്റ് മാത്രമേ വരുന്നു. സോ ഇതിനെയൊക്കെ നമുക്ക് സിഗ്നേച്ചർ ബേസ്, ആ ഒരു പാക്കറ്റ്സിന്റെ സിഗ്നേച്ചർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അറ്റാക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, മനസ്സിലാവുന്നല്ലേ? യെസ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെ DDoS നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാം. യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ ഫയർവാൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഈ സിഗ്നേച്ചർ ബേസ് ചെയ്തിട്ടും നേരത്തെ പറഞ്ഞ ഈ ഡിറ്റക്ഷൻ മെത്തേഡ്സ് വെച്ചിട്ട് അനോണമി ഡിറ്റക്ഷൻ, പിന്നെ സിഗ്നേച്ചർ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫയർവാളിലെ റൂൾസ് ഒക്കെ എഴുതാൻ പറ്റും. ഫയർവാളിലോ IP ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കുന്നു. ഓക്കെ, സോ IPS സിസ്റ്റംസ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രൂഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് IPS സിസ്റ്റം. സ്നോട്ട് എന്നൊക്കെ പറയും. സ്നോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അതൊക്കെ ഒരു IPS സിസ്റ്റമാണ്. അതിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു അറ്റാക്ക് നടക്കുന്നതിന് ലൈക്ക് അറ്റാക്ക് നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും കുറച്ച് റൂൾസ് ഒക്കെ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനുള്ള റൂൾസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ സിഗ്നേച്ചർ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു റിക്വസ്റ്റസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിന് മാത്രം അയക്കാൻ പറ്റും. സോ ഈ അറ്റാക്കർ അയക്കുന്ന റിക്വസ്റ്റിന് എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പൊ ആ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നമുക്ക് ഈ നെറ്റ്വർക്സിന്റെ റിക്വസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ടൂൾസ് എന്ന് പറയുന്നത് ലോഡ് ബാലൻസേഴ്സ് യൂസ് ചെയ്യാനാണ്. സോ എല്ലാവർക്കും ലോഡ് ബാലൻസേഴ്സ് എന്താണെന്ന് അറിയും. എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് ലോഡ് ബാലൻസർ എന്ന് വെച്ചാൽ ഈ ഈ ഇത് വരുന്ന റിക്വസ്റ്റസ് മൾട്ടിപ്പിൾ സെർവേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ DDoS അറ്റാക്സ് ഒക്കെ സ്മോളർ സ്കെയിൽ അറ്റാക്സ് ഒക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോഡ് ബാലൻസറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ലൈക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഒക്കെ തന്നെ സെർവ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സെർവറിലേക്കും ഈ ഒരു ഡോസ് അറ്റാക്ക് പ്രിവെൻഷൻ ഒക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോഡ് ബാലൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ വരുന്ന റിക്വസ്റ്റസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പല സെർവേഴ്സിലേക്കായിട്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ അറ്റാക്സിനെ മിറ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. സോ
ഈ സെഷനിൽ നമ്മൾ ഇത്ര പറഞ്ഞത് ഡോസ് അറ്റാക്ക് എന്താണ്, ഡിഡോസ് അറ്റാക്ക് എന്താണ്. ഓക്കെ, സോ അറ്റാക്സ് ക്യാൻ ടാർഗറ്റ് നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത്. ലൈക്ക് ഡോസ് അറ്റാക്കിൽ ഒരു അറ്റാക്കറിന് നെറ്റ്വർക്കിന്റെ ബാൻഡ് വിഡ്ത്തോ സെർവർ പ്രോട്ടോകോൾസോ സ്പെസിഫിക് ആപ്ലിക്കേഷൻസോ വെച്ചിട്ട് നമുക്ക് ഡോസ് അറ്റാക്സ് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഡിഫറെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയർ ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ്. ഫയർവാൾസ് യൂസ് ചെയ്യണം, IPS സിസ്റ്റംസ് യൂസ് ചെയ്യാം, ലൈക്ക് പിന്നെ ലോഡ് ബാലൻസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ക്ലൗഡ് സർവീസസ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ് ഫ്ലെയർ, AWS, അഷ്യൂറിലൊക്കെ ഈ ഡോസ് അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ട്. നമുക്ക് അത് എനേബിൾ ചെയ്ത് വെക്കാം. സോ അങ്ങനെ വെച്ചാൽ നമുക്ക് ഡോസ് അറ്റാക്ക് ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ വരുന്നത് പ്രൊആക്റ്റീവ്ലി ആ ഒരു മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. നെറ്റ്വർക്കിൽ ആ ഒരു വെബ് സെർവേഴ്സിന് ആപ്ലിക്കേഷനൊക്കെ പ്രൊആക്റ്റീവ്ലി മോണിറ്റർ ചെയ്ത് സോ അതിലെന്തെങ്കിലും അനോമലി ഉണ്ടോ, അങ്ങനെയാണ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള റൂൾസ് ഒക്കെ എഴുതി വെച്ച് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ വെച്ചാൽ നമുക്ക് സർവീസിലേക്ക് ഡാമേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും. So, any questions, doubts ഉണ്ടോ? ഹലോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, എനിക്ക് ആർക്കും ഡൗട്ട്സ് ഇല്ല. Hope you all understand the class. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ എന്താണ് ഡോസ്, എന്താണ് ഡിഡോസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്സ് എന്താണ്, ഡിയോഥന്റിക്കേഷൻ അറ്റാക്ക്. ആക്ച്വലി അത് നമുക്ക് എല്ലാ VPN നെറ്റ്വർക്സിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ട്രൈ ചെയ്യുന്നത് പറയുന്നില്ല. Hope you all enjoy the class. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് സെഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെ വാട്സാപ്പിൽ പിങ് ചെയ്യാം ഗ്രൂപ്പിൽ. ഓക്കെ ഗൈസ്, താങ്ക് യു. Thank you, Cheta. Well session. Thank you guys for learning. ഓക്കെ, ഡൗട്ട് ഉണ്ടായിരുന്നടാ. ഓക്കെ, ഭാവന. അതിനാണ് SQL ഇൻജക്ഷൻ അറ്റാക്ക്. ലൈക്ക് കമ്മിങ് സെഷനിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, എങ്ങനെ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി VAPT എങ്ങനെ പെർഫോം ചെയ്യുന്നത്. സോ ഇൻജക്ട് സ്ക്രിപ്റ്റ് ഇൻടു ആക്ച്വലി SQL ഇൻജക്ഷൻ വൾനറബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് ആ ഒരു SQL ക്വറീസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ആ ഒരു SQL ക്വറി നമ്മൾ ആ ഫോമിൽ ഇൻപുട്ട് ടാഗിൽ ഇട്ട് നോക്കി അത് എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാബേസിലെ കണ്ടന്റ് ഒക്കെ റിട്രീവ് ചെയ്യാൻ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. കമ്മിങ് സെഷനിൽ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ VAPT എങ്ങനെ ചെയ്യാന്നുള്ളത് പറയും. അതിൽ എങ്ങനെ SQL ഇൻജക്ഷൻ ചെയ്യാം, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് SQL ഇൻജക്ഷൻ അറ്റാക്സ് ഒക്കെ ഉണ്ട്. സോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, hope you all enjoyed the class. Bye bye guys. Thank you. Thank you guys for learning. പിന്നെ ചേട്ടാ, പറയണം. ഒരു ടാസ്കിന്റെ ഒന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമോ ഈ സെഷന്? അല്ല, ചെറിയ കട്ടാവാ ലൈക്ക് കണക്ഷൻ. നേരത്തെ ക്ലാസ്സിലെ സമയത്ത് കട്ടാവുന്നുണ്ടേടാ? ഇല്ല ഇപ്പൊ ഓക്കെ, ടാസ്ക് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തില്ല. ഞാൻ പ്ലാൻ ചെയ്ത് ഡാനിയോട് പറഞ്ഞാൽ മതിയോ? മതി. ഒന്നാം ഡാനി അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് അയച്ചത് ഏതായാലും എനിക്ക്. ഓക്കെ, ഞാൻ ഓഫീസിൽ നിന്ന് കാണാം. ഞാൻ വെയിറ്റിംഗ് ചെയ്യാം. Thank you.